ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു ഹെയർ സ്പ്രേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകാവേ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നമുക്ക് ഈ ഹെയർ സിറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആവശ്യമായിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ വെള്ളം ചൂടായി വരുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് കാര്യം പറയട്ടെ. വേറെ ഒന്നുമല്ല, നമ്മൾ ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് നമ്മൾ ഏത് ഹെയർ ഓയിലാണോ തലയിൽ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്നും നമ്മൾ മസാജ് ചെയ്ത് കെട്ടി വെക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിത് തണുത്തതിന് ശേഷം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. ആ സമയം നമുക്ക് ഇതിലേക്ക് ഒരു 7-8 ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കാവേ. നമ്മൾ ചെമ്പരത്തിപ്പൂ വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ, അതായത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ അതിൻ്റെ കളറൊക്കെ നല്ലവണ്ണം ചേഞ്ചായി വരുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ചുവന്ന ചെമ്പരത്തിപ്പൂവെല്ലാം വെള്ള ചെമ്പരത്തി പൂവായിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂ മൊത്തത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂ കിട്ടിയില്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ മൊട്ടായാലും മതി. ഇപ്പോൾ എനിക്ക് ചെമ്പരത്തിപ്പൂ അവൈലബിൾ ആയിട്ട് ഉള്ളത് കൊണ്ട് ഞാൻ നമ്മുടെ ചെമ്പരത്തിയുടെ മൊട്ടൊന്നും എടുത്തിട്ടില്ല. അതുപോലെ തന്നെ 5 തളിൻ്റെ ചെമ്പരത്തി പൂവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ തുളസിയുടെ ഇലയും അതുപോലെ തന്നെ ഞവരയിലയും. ഇത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ജലദോഷം ഉള്ളത് കൊണ്ട് ജലദോഷം വരാതിരിക്കാനും അതുപോലെ തന്നെ നീരിറക്കം കൺട്രോൾ ചെയ്യാനും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഉലുവ ഇട്ട് കൊടുക്കാം. അതായത് ഒരു സ്പൂൺ എടുത്തിട്ടില്ല, ഇത് കുറച്ച് ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ ഇത് ഇന്നലെ ഒരു ഹെയർ സ്പ്രേ ഉണ്ടാക്കിയിരുന്നു നമ്മുടെ ഉലുവ ഉപയോഗിച്ചിട്ട്. അതുകൊണ്ട് ഈ ഉലുവ ഞാൻ ഇന്ന് എടുക്കുന്നില്ല. അതായത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഉലുവയുടെ ഹെയർ പാക്കോ ഹെയർ മാസ്കോ അല്ലെങ്കിൽ ഹെയർ സിറോ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതിന് പകരമായിട്ട് ഞാൻ എടുത്തിട്ടുള്ള നമ്മുടെ റോസ്മേരിയുടെ ലീവ്സ് ആണ്. ഇത് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ച് ഞാൻ 1 സ്പൂൺ എടുത്തിട്ടില്ല. അതും കൂടി ഇട്ട് നല്ലവണ്ണവും നമുക്ക് ഇത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. എല്ലാവർക്കും ഈ റോസ്മേരിയുടെ ലീവ്സ് കിട്ടണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാവേ. ഇത് നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഞാൻ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഹെയർ സ്പ്രേയിലാക്കിയിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ സ്പ്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കളർ തന്നെ കണ്ടില്ലേ, നല്ല സൂപ്പർ കളറാണല്ലേ. അപ്പോൾ ഇത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തലയുടെ കെട്ടെല്ലാം കളഞ്ഞ് പല്ലകലുള്ള ഒരു കോമ്പ് ഉപയോഗിച്ച് തല നല്ല രീതിയിൽ കോമ്പ് ചെയ്യാനും മറക്കരുതേ. ഇത് നമ്മൾ സാധാരണ പച്ചവെള്ളത്തിലാണ് ഉണ്ടാക്കിയെടുത്തത്. ഇത് പച്ചവെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം ഉപയോഗിക്കാവുന്നതാണേ. ഇനി തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ജലദോഷമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, അതായത് ജലദോഷം പെട്ടെന്ന് വരാൻ ചാൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു കാരണവശാൽ ആദ്യം നിങ്ങൾ നമ്മുടെ ഉച്ചിയിൽ അപ്ലൈ ചെയ്യരുത്. അപ്ലൈ ചെയ്യാതെ ബാക്കി ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അവസാനം മാത്രം നമ്മുടെ ഉച്ചിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നമ്മൾ ഡോക്ടർമാർ പറയുന്ന ഒരു ടിപ്പാണ്, അതായത് ജലദോഷമൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട്. ഇനി ഞാൻ നമ്മുടെ സ്കാൽപ്പിലേക്ക് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയൊരു മസാജും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 ദിവസം ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് നമ്മുടെ ചെമ്പരത്തിപ്പൂ നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ച്, ചെമ്പരത്തിപ്പൂവിൻ്റെ ലഭ്യത അനുസരിച്ച് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇത് ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂ മാത്രമായിട്ടും നമുക്കിതുപോലെ ചൂടാക്കി അതിലേക്ക് നമ്മൾ ഏത് ഹെയർ ഓയിലാണോ സാധാരണ അപ്ലൈ ചെയ്യുന്നത് അത് ഒരു 2-3 തുള്ളി ഒഴിച്ച്, അല്ല എങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് അത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നത് കേട്ടോ. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തിപ്പൂ തന്നെയാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ 1-2 ദിവസത്തേക്ക്, അതായത് ഇപ്പം എൻ്റെ സ്കാൽപ്പിലത്തേക്ക് ആവശ്യത്തിന് പകുതി മാത്രമേ ആവശ്യമുള്ളൂ. ഇതിപ്പോൾ 2-3 പേർക്കെങ്കിലും ഇത് ഉപയോഗിക്കാം. അപ്പം നിങ്ങൾ ചെമ്പരത്തിപ്പൂ അത്ര കിട്ടാൻ ചാൻസ് ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1-2 ആഴ്ച വരെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത് ഇല്ലാതായി പോകുന്ന സാധനമല്ല. അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്നവരാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 10-15 മിനിറ്റ് വെളിയിൽ വെച്ച് നോർമൽ ടെമ്പറേച്ചർ ആക്കിയതിന് ശേഷം മാത്രം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ മസാജും കൂടെ കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഇത് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇറങ്ങത്തുള്ളൂ. ഇതുപോലെ മസാജ് കൊടുക്കണം. ഇനി നമുക്ക് ഉച്ചിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ബാക്കി ഭാഗങ്ങളിലേക്ക് അപ്ലൈ ചെയ്തു. ലാസ്റ്റ് നമുക്ക് ഉച്ചിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാമേ. അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് മസാജ് കൊടുക്കാം.
10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ തന്നെ ഇത് കഴുകിക്കളയാം. ഷാമ്പൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ റോസ്മേരിയുടെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കുറേ നാൾ മുന്നേ നല്ല ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് റോസ്മേരിയുടെ ഓയിൽ എന്ന് പറയുന്നത്. അത് കുറേ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ്. അതായത് ചെറിയ ചെറിയ മുടികൾ കിളിർക്കാനും ഉള്ള മുടി നല്ല രീതിയിൽ വളർന്നു വരാനെല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ റോസ്മേരി. പിന്നെ ചെമ്പരത്തിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ചെമ്പരത്തി എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ വളർച്ച പൂർണ്ണമായി മുരടിച്ചു പോയ മുടിവേരുകളിൽ പോലും ശക്തി നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്നത്. ഇതിലെ എല്ലാ ഗുണങ്ങളും, അതായത് ചെമ്പരത്തിപ്പൂ ആയാലും നമ്മുടെ നവരയില ആയാലും, അതായത് പനിക്കൂർക്കയുടെ ഇല ആയാലും തുളസി ഇല ആയാലും, നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ള റോസ്മേരിയുടെ ലീവ്സ് ആയാലും എല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയെ ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുടി ഒന്ന് കെട്ടി വെച്ചിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കഴുകിക്കളയാം നോർമൽ വെള്ളത്തിൽ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ഹെയർ ടോണറാണ്. അതുപോലെ തന്നെ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ ലഭ്യമായിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പായിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.